നമസ്കാരം. മധുരയിൽ നടന്ന മുരുക ഭക്തരുടെ മഹാസംഗമം തമിഴ്നാട്ടിൽ തരംഗമാകുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു. ഏകദേശം 7 ലക്ഷത്തോളം ഹിന്ദുക്കളാണ് കുണ്ട്രം കുമരനുക്ക് എന്ന ആഹ്വാനമുയർത്തിയ മുരുക ഭക്തരുടെ മഹാസംഗമത്തിൽ അണിനിരന്നത്. DMK സർക്കാർ ഹിന്ദു സ്ഥാപനങ്ങൾക്കെതിരെ നടത്തുന്ന വിവേചനങ്ങൾക്കെതിരെ ഹിന്ദു മുന്നണി നടത്തിയ മഹാസംഗമത്തെ തമിഴകത്തിന്റെ ചരിത്രം മാറ്റിമറിക്കുന്ന മഹാമുന്നേറ്റമെന്നാണ് ഹിന്ദു മുന്നണി സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യൻ വിശേഷിപ്പിച്ചത്. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ, BJP നേതാവ് അണ്ണാമലൈ, BJP സംസ്ഥാന അധ്യക്ഷൻ നായനാർ നാഗേന്ദർ, AIDMKയുടെ 4 മുൻ മന്ത്രിമാർ, കേന്ദ്രമന്ത്രി L മുരുകൻ തുടങ്ങി നിരവധി നേതാക്കൾ മുരുക ഭക്തരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സെക്യുലറിസത്തിന് പറവിൽ ഹിന്ദുവും ഹിന്ദു ദേവതകളും പരിഹസിക്കപ്പെടുകയും നിരന്തരമായ അവഹേളനത്തിന് പാത്രമാകുകയും ചെയ്യുന്നുണ്ട്. അറേബ്യയിൽ നിന്ന് വന്ന മതത്തെ ഒന്ന് തൊട്ടു നോവിക്കാൻ പോലും ഇത്തരം ഹിന്ദു വിമർശകർക്കും വിരോധികൾക്കും ധൈര്യമുണ്ടോ എന്ന പവൻ കല്യാണിന്റെ ചോദ്യം കൃത്യമായി എത്തുന്നത് DMK ക്യാമ്പുകളിലാണ്. ഹിന്ദുത്വത്തിൽ നിന്നും ഒരാളും ഇനി പുറത്തു പോകരുതെന്നും പോയവർ മടങ്ങി വരണമെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ സൂചിപ്പിച്ചു. തമിഴ്നാട്ടിലുള്ള ഹിന്ദു ആരാധനാലയങ്ങൾക്കെതിരെയും ഹിന്ദു ദർശനങ്ങൾക്കെതിരെയും കടുത്ത വിമർശനവും അവഗണനയും DMKയുടെ സർക്കാർ നടത്തിപ്പോരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ സനാതന ധർമ്മത്തെ പരിഹസിച്ച് സംസാരിച്ച മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഹിന്ദു വിരുദ്ധ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത് രാജ്യം ചർച്ച ചെയ്തതാണ്. തിരുപ്പുറ കുണ്ട്രം മുതൽ പഴനിമല വരെയുള്ള നിരവധി ക്ഷേത്രങ്ങൾക്കെതിരെ അവിശ്വാസികളുടെ സർക്കാർ നടത്തിപ്പോരുന്ന അതിക്രമങ്ങൾക്കെതിരെ താക്കീതായി മാറിയിരിക്കുകയാണ് ഈ മഹാസമ്മേളനം. വൈദേശിക മത പിന്തുടർച്ചക്കാരുടെ വോട്ട് ബാങ്കിൽ കണ്ണുനട്ട് അവരെ പ്രീതിപ്പെടുത്തുവാനായി രാഷ്ട്രീയക്കാർ ഹിന്ദുവിനെതിരെ നടത്തുന്ന അതിക്രമങ്ങൾക്ക് തിരിച്ചടി നൽകാൻ തമിഴ്നാട്ടിലെ ഹൈന്ദവ സമൂഹം ഒരുമിച്ച് നിൽക്കണമെന്ന ആവശ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. മതം മാറ്റൽ വളരെ സജീവമായ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ഒരു വാക്കുച്ചരിക്കാൻ ഒട്ടുമിക്ക രാഷ്ട്രീയക്കാർക്കും ചങ്കൂറ്റമില്ല എന്ന കാര്യം വ്യക്തമാണ്. ജന്മം കൊണ്ട നാട്ടിൽ സനാതന ധർമ്മത്തിന് നിലനിൽപ്പിനായി കഷ്ടപ്പെടേണ്ടി വരുന്നത് ആ ധർമ്മത്തെ പാലിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരുടെ സൂക്ഷ്മതക്കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ്. സംഘടിത ന്യൂനപക്ഷ ശക്തിയുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ ഹിന്ദു ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ലോകമാസകലം തീവ്രവാദവും തീവ്രവാദ സംഘങ്ങളും ഉയർന്നു വരുമ്പോൾ വെല്ലുവിളി ഉയരുക ഒരു രാജ്യത്തിലെ തനത് സംസ്കാരങ്ങൾക്ക് എതിരെ തന്നെയായിരിക്കും. നിരവധി മഹാക്ഷേത്രങ്ങളും കൂടാതെ സർവകലാശാലകളായ നളന്ദയും തക്ഷശിലയും നമ്മുടെ മുന്നിൽ നോവായി നിൽക്കുന്നതും ഹിന്ദു തുടർന്നു വരുന്ന നിസ്സംഗതയുടെ ഫലമാണ്. തമിഴ്നാട് സൗത്ത് ഇന്ത്യയിലെ ഹിന്ദു നവോത്ഥാനത്തിന് നാന്ദി കുറിക്കുമോ എന്ന ചോദ്യം വ്യാപകമായി ഉയർന്നു കഴിഞ്ഞു.